മോക്ക് ചെയ്താൽ മാത്രം പോരാ, അത് വളരെ വൃത്തിക്കിരുന്ന് അനാലിസിസ് ചെയ്യണം. എവിടെയാണ് തെറ്റിയത്, എവിടെയാണ് എനിക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് എനിക്ക് തെറ്റിയില്ല. SBA PO നോട്ടിഫിക്കേഷനൊക്കെ വന്ന് എല്ലാവരും അപ്ലൈ ചെയ്ത് നല്ല അടിപൊളിയായിട്ടിരുന്ന് പഠിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. മെജോറിറ്റി ആൾക്കാർക്കും ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ഏതാണ്? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ്. സമയത്തിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് ഞങ്ങൾ പഠിച്ച കാര്യങ്ങളല്ല ക്വസ്റ്റ്യൻ ചോദിച്ചത്, തുടങ്ങിയ ഒരുപാട് പരാതികൾ എക്സാം കഴിഞ്ഞാൽ വരാറുണ്ട്. അങ്ങനെയുള്ള എല്ലാ കുട്ടികൾക്കും, അതേപോലെ തന്നെ തുടക്കക്കാർക്കും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ്? SBA PO പ്രിലിംസ് QA മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക്സ് ആണ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന, അതായത് എല്ലാ കാര്യങ്ങളും പഠിക്കണം. QAയുടെ പ്രശ്നം അതാണ്. കാരണം എല്ലാത്തിൽ നിന്നും ഇപ്പം എന്താണ് ലാസ്റ്റ് വട്ടത്തെ എക്സാം ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെയാണ് ആ ടോപ്പിക്കുകളെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എക്സാം പാറ്റേൺ എങ്ങനെയായിരുന്നു പ്രിലിംസിന്? SBA POന്റെ 30 ക്വസ്റ്റ്യൻ ആണുള്ളത്. അതേപോലെ തന്നെ എത്രയാണ് ഇൻഡിവിജ്വൽ ടൈമിംഗ് ഉണ്ട്, നമുക്ക് എത്ര 20 മിനിറ്റ് ഇൻഡിവിജ്വൽ ടൈമിംഗ് ഉണ്ട്. ഓക്കെ അല്ലേ? ദെൻ നമ്മൾ ആദ്യം തന്നെ മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക്കായിട്ട് ഇപ്പോൾ നമ്മളുടെ പ്രിലിംസ് എക്സാമുകൾ എടുത്താലും മെയിൻസ് ഒക്കെ എടുത്താലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് DA അല്ലേ, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്തായാലും ഒരു 2 സെറ്റ് 10 ക്വസ്റ്റ്യൻസ് മിനിമം എന്തായാലും കാണുന്നുണ്ട് 30. അത് കൂടാതെ നമുക്ക് അരിത്തമെറ്റിക് പ്രോബ്ലംസ് എന്തായാലും നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ്. കാരണം അരിത്തമെറ്റിക് പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ DAയും ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതേപോലെ മെയിൻസിലേക്കുള്ള പഠനവും ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾ അരിത്തമെറ്റിക് എന്തായാലും നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അരിത്തമെറ്റിക് ഉണ്ട്. ദെൻ നമുക്ക് നമ്പർ സീരീസ്, ക്വാഡ്രാറ്റിക്, സിംപ്ലിഫിക്കേഷൻ. ഓക്കെ അല്ലേ? ഇതിന് മുൻ വർഷങ്ങളിൽ, അതായത് ഒരു 5 വർഷം മുന്നൊക്കെ എക്സാമുകൾക്ക് നമുക്ക് എന്താണ് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനായിട്ട് നമ്മൾ സിംപ്ലിഫിക്കേഷനും നമ്പർ സീരീസും ക്വാഡ്രാറ്റിക്കും എന്ത് ചെയ്യുക പഠിച്ചു പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. കാരണം അന്ന് കട്ട് ഓഫിലൊക്കെ വേരിയേഷൻസ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ നമുക്ക് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്നാണ് വന്നിരുന്നത്. ഇപ്പോൾ മാറി പാറ്റേണുകൾ വരുമ്പോൾ കഴിഞ്ഞ വർഷം നടന്ന എക്സാമുകളെല്ലാം നിങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ അവിടെയുണ്ട്. നമ്പർ സീരീസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് മിസ്സിംഗ് നമ്പർ ആയിരിക്കാം, റോങ് നമ്പർ സീരീസ് ആയിരിക്കാം. ഓരോ ഷിഫ്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി, ക്വസ്റ്റ്യൻസ് മാറി വരാൻ തുടങ്ങി. ചിലപ്പോൾ നമ്പർ സീരീസ് ചോദിക്കാം, ചില ഷിഫ്റ്റുകൾ എന്ത് ചെയ്യാം ക്വാഡ്രാറ്റിക് ചോദിക്കാം. അങ്ങനെ ഒരു മിക്സ് ചെയ്ത് എന്ത് ചെയ്യാൻ തുടങ്ങി, ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ എണ്ണം കൂടിയത് എന്തിൻ്റെയാണ്? അരിത്തമെറ്റിക് എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ എണ്ണം എന്ത് ചെയ്യാൻ തുടങ്ങി, കൂടാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാ? ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനും അരിത്തമെറ്റിക്കും തന്നെയാണ്. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ ഉണ്ട്, പ്രധാനമായിട്ടും സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. ഈ 3 ഭാഗവും നമ്പർ സീരീസ്, ക്വാഡ്രാറ്റിക്. ചില ഷിഫ്റ്റുകളിൽ നമ്പർ സീരീസ് ഉണ്ടാവും, ചില ഷിഫ്റ്റുകളിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ടാവും, ചില ഷിഫ്റ്റുകളിൽ അങ്ങനെ മാറി മറിഞ്ഞൊക്കെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. പക്ഷേ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനും അരിത്തമെറ്റിക് പ്രോബ്ലംസും നമ്പർ സീരീസും എന്തായാലും നമ്പർ സീരീസ് മീൻസ് സിംപ്ലിഫിക്കേഷനും എല്ലാ ഷിഫ്റ്റുകളിലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യം എന്താ? എല്ലാവരും പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേഷനാണ്. സമയം കിട്ടിയില്ല, അത് കാൽക്കുലേഷൻ സ്പീഡ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ് ബെനിഫിറ്റ് ആയിട്ടുള്ളത്? സിംപ്ലിഫിക്കേഷനാണ് അല്ലേ. സിംപ്ലിഫിക്കേഷൻ ടൈം വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക. ആ ചെയ്യുമ്പോൾ നിങ്ങൾ ഷോർട്ട് ട്രിക്സ് കാര്യങ്ങൾ ഫോളോ ചെയ്യണം, മൈൻഡ് കാൽക്കുലേഷൻ ഫോളോ ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അരിത്തമെറ്റിക് പ്രോബ്ലംസ് ചെയ്യുമ്പോഴായാലും എന്താണ് സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോഴായാലും ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുമ്പോഴായാലും എന്ത് ചെയ്യാം, ഒരുപാട് ടൈം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് കാൽക്കുലേഷൻ സ്പീഡാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു വെയിറ്റേജിലേക്ക് വരാണെങ്കിൽ ടോപ്പിക് വെയിറ്റേജ് ആണ് നമ്മൾ ഈ പറയുന്നത്. ഇപ്പോൾ 10 തൊട്ട് 15 ക്വസ്റ്റ്യൻ വരെ DA ചോദിക്കാം, അരിത്തമെറ്റിക് ഒരു 10 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാം. അതേപോലെ തന്നെ സീരീസ് 4 തൊട്ട് 5, ക്വാഡ്രാറ്റിക് 4 തൊട്ട് 5 വരെ. ഈ ഒരു രീതിയിലായിരിക്കാം മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചതനുസരിച്ച് വരാം എന്നുള്ള സാധ്യത. പക്ഷേ നമുക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ സിംപ്ലിഫിക്കേഷൻ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സിംപ്ലിഫിക്കേഷൻ എന്തായാലും ഉണ്ടാവും. സാധാരണ ഇപ്പോൾ ഏകദേശം ഒരു DA 10 ക്വസ്റ്റ്യൻ, അരിത്തമെറ്റിക് 10. ഇതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിഫിക്കേഷൻ വരും. സിംപ്ലിഫിക്കേഷൻ എത്രയാണ്, ഒരു 8 ക്വസ്റ്റ്യൻ വരാം. ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്ന് ഒരു 8, അപ്പോൾ എത്രയാണ് 16, 10, 26. ഈ സീരീസും ക്വാഡ്രാറ്റിക് ഏതെങ്കിലും ഒന്നിന് 4 ക്വസ്റ്റ്യൻ, അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗം ഏതാണ്? നമ്മൾ ഈ പറഞ്ഞ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനും അരിത്തമെറ്റിക് പ്രോബ്ലംസും സിംപ്ലിഫിക്കേഷനാണ്. അപ്രോക്സിമേഷനും നമുക്ക് എന്ത് ചെയ്യാം, പ്രിലിംസിന് SBA PO ആയതുകൊണ്ട് തന്നെ പ്രിലിംസിന് എന്ത് ചെയ്യാം, അപ്രോക്സിമേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം.
അപ്പോൾ ഈ ഒരു വെയിറ്റേജിൽ നമുക്ക് ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിലേക്ക് വരാണെങ്കിൽ അരിത്തമെറ്റിക് ചാപ്റ്റേഴ്സ്, അരിത്തമെറ്റിക് പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പഠിക്കണം. അത് നിങ്ങൾ QA പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഈ പറഞ്ഞ പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഡിസ്കൗണ്ട്, റേഷൻ, പ്രപ്പോർഷൻ, പാർട്ട്ണർഷിപ്പ്, എല്ലാത്തിലേക്കും ഞാൻ പോകുന്നില്ല. മെൻസ്ട്രുവേഷൻ തുടങ്ങി ഏജ്, പെർമിറ്റേഷൻ, കോമ്പിനേഷൻ, പ്രോബബിലിറ്റി തുടങ്ങി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, നമുക്ക് SBAP ആയതുകൊണ്ട് തന്നെ എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. 10ലേറെ ടോപ്പിക് ഉണ്ട്. നമുക്ക് 10 ക്വസ്റ്റ്യനാണ് ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞ്. 10 ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിൽ കൂടുതൽ ചോദിക്കാം. നമുക്ക് മുൻകൂട്ടി ഒരു പ്രഡിക്ഷൻ നടത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കുക. ഇനി ചില ആൾക്കാർക്ക് ഇതിലേതെങ്കിലും ഒരു ടോപ്പിക്ക് ഇനി പെട്ടെന്ന് പഠിച്ചപ്പോൾ നമുക്ക് അധികം സമയമില്ലല്ലോ എക്സാമിന്, അപ്പോൾ പെട്ടെന്ന് പഠിച്ച് അത് തലയിൽ കയറണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം. അത് മാറ്റി വെച്ച് ബാക്കിയെല്ലാം തറവായിട്ട് പഠിച്ചതിന് ശേഷം അത് പഠിക്കാം. ഒരുപാട് സമയം ഇനി എന്ത് ചെയ്യരുത്, അറിയാത്ത ടോപ്പിക്കുകൾ, നിങ്ങൾക്ക് തീരെ കിട്ടാത്ത ടോപ്പിക്കുകളിൽ ഇരുന്ന് നിങ്ങൾ സമയം വേസ്റ്റ് ആക്കരുത്. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് പ്രിപ്പറേഷൻ ഓർഡർ. നമ്മൾ ആദ്യം തന്നെ ഈ സീരീസ്, നമ്പർ സീരീസ്, മിസ്സിംഗ് നമ്പർ റോങ് നമ്പർ സീരീസ്, ഇത് ആദ്യം പഠിച്ചു വെക്കുക. അതിപ്പോൾ നമ്മൾ പഠിക്കുന്ന തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത് യാതൊരു നിർബന്ധവുമില്ല. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? കാൽക്കുലേഷൻ സ്പീഡ് കാര്യങ്ങളൊക്കെ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് എപ്പോഴും സെറ്റ് ആയിട്ടുണ്ടായിരിക്കണം. ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റിയും അതിൻ്റെയും ഒരു ഐഡിയ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. അത് എങ്ങനെ ചോദിച്ചാലും ചെയ്യാൻ പറ്റുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? X² കൂടെ കോഎഫിഷ്യൻ്റ് ഉള്ളത്, ഇല്ലാത്തത്, അതേപോലെ ഡിനോമിനേറ്റർ വരുന്നത്, അതിന് എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഈസി മെത്തേഡ്സ് എല്ലാം വൺസ് നിങ്ങൾ പഠിച്ചു വെക്കുക. പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അതോടുകൂടി ഇതൊന്ന് സെറ്റായി അല്ലേ? സിംപ്ലിഫിക്കേഷൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്താണ്, അവിടെ കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. സ്ക്രീനിലെ കൂടെ നോക്കി കണ്ടുപിടിച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് അങ്ങനെ ചെയ്യാം. മിനിമം ടൈമിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, സിംപ്ലിഫിക്കേഷൻ ചെയ്യണം. സിംപ്ലിഫിക്കേഷൻ്റെ സ്പീഡ് കൂടുന്തോറും നിങ്ങൾക്ക് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ അരിത്തമെറ്റിക് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ എല്ലാത്തിലും നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. നമ്മളെ ടൈം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള ആളാണ് DI. എന്തൊക്കെ DI ഉണ്ട് എല്ലാം പഠിക്കണം. SBAPO ആണ്. മിക്സ്ഡ് DAs ഉണ്ടാവും, ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, ബാർ ചാർട്ട്, കേസ്ലെറ്റ്, അതേപോലെ എല്ലാ കാര്യങ്ങളും SBAPO എന്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പ്രിലിംസ് മോഡലുള്ള SBAPOൻ്റെ മോഡലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. വീണ്ടും എടുത്ത് പറയുന്നു, ക്ലർക്ക് ലെവൽ, റീജിയണൽ റൂറൽ ബാങ്ക്, RRB ക്ലർക്കിൻ്റെ ലെവൽ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ എന്ത് ചെയ്യണം, നല്ല ടഫായിട്ടുള്ള അതായത് SBAPO ലെവലുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും പ്രിപ്പയർ ചെയ്യണം. അരിത്തമെറ്റിക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ SBAPO ലെവലിലുള്ള അരിത്തമെറ്റിക് പ്രോബ്ലംസ് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ 3 കാര്യങ്ങൾ വൺസ് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ റിവിഷൻ നടത്തിയാൽ മതി. ഓക്കെ, ബാക്കിയുള്ളത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. DIയും അരിത്തമെറ്റിക് നിങ്ങൾ എന്തായാലും ചെയ്യണം. കാരണം നമുക്ക് പ്രിലിംസ് മാത്രം കയറിയാൽ പോരാ, മെയിൻസും കയറണം. ഓക്കെ ആണല്ലോ? സെറ്റാണെന്ന് കരുതുന്നു. നമ്മൾ എങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം പറയാം. DI എന്തായാലും ഒരു 5 സെറ്റ് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം വിത്ത് ടൈമർ. ഓക്കെ, സെക്ഷണൽ ടൈമർ വെച്ച് ചെയ്യണം. അരിത്തമെറ്റിക് ഒരു 40 ക്വസ്റ്റ്യൻസ്, അത് PYQ എടുത്തായാലും 40 നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. സീരീസ് ഒരു 20 എണ്ണം, അത് വേഗം ചെയ്ത് പോവുക. അധികം സമയമൊന്നും അതിൽ കളയരുത്. ക്വാഡ്രാറ്റിക് ഒരു 20 ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ വൺസ് പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതൊന്ന് റിവിഷൻ നടത്താം. ഞാൻ പറഞ്ഞല്ലോ, സിംപ്ലിഫിക്കേഷനും അതേപോലെ തന്നെ ടൈം വെച്ച് കിട്ടുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക, സ്പീഡ് കാൽക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി കാൽക്കുലേഷൻ ടിപ്സ് ഞാൻ പറഞ്ഞു. ടേബിൾസ് അറിയണം. 20 വല്ല മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറഞ്ഞാൽ അത്രയും നല്ലത്. സ്ക്വയേഴ്സ്, ക്യൂബ്സ്, അതിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ, ഫ്രാക്ഷൻസ്, പെർസെൻറ്റേജിൻ്റെ കൺവേർഷൻസ് കാര്യങ്ങൾ, ഇതെല്ലാം ഒറ്റ നോട്ടത്തിൽ നമുക്ക് സെറ്റ് ആവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം, പഠിക്കണം. ആ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതെല്ലാവരും ഫോളോ ചെയ്യാം. അറ്റംപ്റ്റ് സ്ട്രാറ്റജി. ഇനി എങ്ങനെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും? നമുക്ക് 30 ക്വസ്റ്റ്യൻ ഉണ്ട് 20 മിനിറ്റിൽ അല്ലേ? ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്, ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക. ഇത് ഞാൻ പറയുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൽ DAs ഉണ്ടാവാം. അത് നിങ്ങൾ കണ്ടുപിടിച്ച് വേഗം തന്നെ എന്ത് ചെയ്യണം, അറ്റംപ്റ്റ് ചെയ്യണം. ഇനി DA നെക്സ്റ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. DAയിലേക്ക് ചിലവർ ഒരുപാട് സമയം കൊടുക്കും, അത് പാടില്ല. ആ DAയിലേക്ക് എത്ര ക്വസ്റ്റ്യൻ, 5 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ 40 സെക്കൻഡ് അല്ലേ നമുക്ക് ആവറേജ് കിട്ടാവണ ആവറേജ്. ആ 40 × 5 200 സെക്കൻഡ്, 3 മിനിറ്റ് മാക്സിമം ഒരു സെറ്റിൽ കൊടുക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, DA നമ്മൾ എന്ത് ചെയ്യാം. അല്ലാതെ ടഫുള്ള DA ആണെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക, ടൈം ഉണ്ടെങ്കിൽ ചെയ്യുക. അരിത്തമെറ്റിക് ലാസ്റ്റ് സെറ്റ് ചെയ്യുക. അരിത്തമെറ്റിക് ലാസ്റ്റ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില അരിത്തമെറ്റിക് പ്രോബ്ലംസ് നമ്മൾ ഇരുന്ന് പോകും, നമുക്കതിൽ ടൈം എന്ത് ചെയ്യും, നിങ്ങൾ ഒരുപാട് സ്പെൻഡ് ചെയ്യും. അപ്പോൾ സിംപ്ലിഫിക്കേഷൻസും നമ്പർ സീരീസ് ഉണ്ടെങ്കിൽ അത് ക്വാഡ്രാറ്റിക്,
ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഡി എയും ചെയ്താൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. പിന്നെയുള്ള ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, അരിത്തമെറ്റിക്കിലെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേഗം ചെയ്ത് പോവാം. അതല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അരിത്തമെറ്റിക് ക്വസ്റ്റ്യനിൽ ഒരു ഏറ്റവും ടഫുള്ള ക്വസ്റ്റ്യൻ, അതിൽ ചിലപ്പോൾ ഒരു 20-30 ക്വസ്റ്റ്യനിൽ ഒരു 3 അരിത്തമെറ്റിക് പ്രോബ്ലം നല്ല ടഫായിരിക്കും. ആ 3 അരിത്തമെറ്റിക് പ്രോബ്ലം ആണ് നിങ്ങൾ ആദ്യം ഇരിക്കണമെങ്കിലോ പണിപാളി. അപ്പോൾ അത് മനസ്സിലാക്കുക. നമ്മൾ അതനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മളുടെ എക്സാമിൻ്റെ രീതികൾ നിങ്ങൾ സെറ്റ് ചെയ്യണം. ആ രീതിയിൽ ചെയ്ത് പഠിക്കണം. അതിന് എന്ത് ചെയ്യണം, മാക്സിമം മോക്ക് ടെസ്റ്റുകളും സെക്ഷണൽ ക്യൂസുകളും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് ശീലിക്കണം. എല്ലാവരും വരുത്തുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ് സ്കിപ്പിംഗ് കാൽക്കുലേഷൻസ്. അതായത് നിങ്ങൾ പഠിക്കുമ്പോഴേക്കായാലും ഒരു ക്വസ്റ്റ്യൻ കാണും, അതിൻ്റെ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടാവും, ടൈം ആൻഡ് വർക്കിൻ്റെ ഒരു ആൻസർ കണ്ടുപിടിച്ചു, ഫൈനൽ കാൽക്കുലേഷൻ നിങ്ങൾ എന്ത് ചെയ്യില്ല. പറഞ്ഞാൽ മനസ്സിലായോ? അത് കുഴപ്പമില്ല, എനിക്ക് അറിയുന്നല്ലേ എന്ന് എഴുതി അത് വിടും. അപ്പോൾ ഈ കാൽക്കുലേഷൻ ചെയ്യാതെ വിടും തോറും, അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കും, കറക്റ്റ് ആണല്ലോ ആൻസർ, സമയം ലാഭിക്കാൻ വേണ്ടി. ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പാടില്ല, ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ചെയ്ത് തന്നെ പോകണം. ഫുൾ ക്വസ്റ്റ്യൻ കറക്റ്റ് കണ്ടുപിടിച്ച് അതിൻ്റെ ആൻസർ അതിൽ മാർക്ക് ചെയ്ത് പോകണം. എന്നാലേ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് സെറ്റ് ആവുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ വായിച്ചെടുക്കണം, അത് എന്ത് ചെയ്യണം, റീഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച് ആൻസർ മാർക്ക് ചെയ്ത് സേവ് നെക്സ്റ്റ് അടിച്ച് പോകുന്ന ടൈമാണ് ഈ പറഞ്ഞ 40 സെക്കൻഡ്. അതിനുള്ളിൽ നിങ്ങൾ അതെല്ലാം ചെയ്യണം. അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. അത് ഞാൻ ഈ പറഞ്ഞു. പുവർ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം മാനേജ്മെൻറ്റ് ഇല്ലാതെ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ടൈമർ വെച്ച് പഠിച്ച് ശീലിക്കുക. മോക്ക് ടെസ്റ്റുകളും സെക്ഷണൽ ക്യൂസുകളെല്ലാം ടൈമർ വെച്ച് തന്നെ ചെയ്ത് ശീലിക്കുക. ഒരു 22 തൊട്ട് 26 ക്വസ്റ്റ്യൻ വരെ ഇപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ടാർഗറ്റ് ചെയ്യണം, അച്ചീവ് ചെയ്യാനായിട്ട്, കറക്റ്റ് ആക്കാനായിട്ട്. അതൊരു 90+ ആക്യുറസി, 90 10 ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ 9 ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റ് ആക്കുന്ന രീതിയിൽ നമ്മളുടെ എന്ത് ചെയ്യണം, സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം. 30 ക്വസ്റ്റ്യനും ചെയ്തിട്ട് കാര്യമില്ല, 30 തെറ്റിപ്പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആക്യുറസിയിൽ സ്പീഡ് പ്ലസ് ആക്യുറസി നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. ടൈം മാനേജ്മെൻറ്റും ഓക്കെ ആക്കി എടുക്കണം. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി മോക്ക് ടെസ്റ്റ് സ്ട്രാറ്റജി. എല്ലാ മോക്കുകളും ചെയ്യുന്നുണ്ടാവും എല്ലാവരും. ഡെയിലി ഒരു മോക്ക് മിനിമം ചെയ്യണം കേട്ടോ. പ്രിലിംസിൻ്റെ വീക്കിലി ഒരു 2 മോക്കോ 3 മോക്കോ മെയിൻസിൻ്റെയും ചെയ്തു പോകണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. മോക്ക് ചെയ്താൽ മാത്രം പോരാ, അത് വളരെ വൃത്തിക്കിരുന്ന് അനാലിസിസ് ചെയ്യണം. എവിടെയാണ് തെറ്റിയത്, എവിടെയാണ് എനിക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് എനിക്ക് തെറ്റിയില്ല. അതിലിപ്പോൾ നിങ്ങൾ QAയിലാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെക്ഷണൽ വൈസ് മോക്കുകൾ ചെയ്യണം. QAയിൽ തന്നെ അരിത്തമെറ്റിക് ആണെങ്കിൽ കുറച്ച് അരിത്തമെറ്റിക് പ്രോബ്ലംസ് എടുത്ത് അതിൻ്റെ സെക്ഷണലുകൾ ചെയ്യണം. DA ആണെങ്കിൽ കുറച്ച് DA എടുത്ത് അത് ചെയ്യണം. ടോപ്പിക് വൈസ് ക്യൂസുകളും നിങ്ങൾ എന്ത് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ ചെയ്യണം, ഫുൾ മോക്ക് ചെയ്താൽ മാത്രം പോരാ, അത് അനാലിസിസ് ചെയ്ത് എവിടെയാണ് വീക്ക്, ഇംഗ്ലീഷ് ആണോ, QA ആണോ, റീസണിങ് ആണോ, GE ആണോ, എല്ലാം മനസ്സിലാക്കി അതിൻ്റെ സെക്ഷണലുകൾ ചെയ്യണം. സെക്ഷണൽ മോക്ക് ചെയ്യുമ്പോൾ എവിടെയാണ് അതിൽ വീക്ക് വരുന്നത്, അതിൻ്റെ ടോപ്പിക് വൈസും ചെയ്ത് സെറ്റായിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ആ രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഫൈനൽ റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഫോർമുലാസ് കാര്യങ്ങൾ വരുന്നുണ്ട്, ഷോർട്ട് ട്രിക്കുകളുണ്ട്, മെത്തേഡുകളുണ്ട്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫോർമുല ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ PYQ കൂടിയും പഠിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഫൈനൽ റിവിഷൻ സെറ്റ് ചെയ്യണം. റിവിഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ടോപ്പിക്കുകൾ മറന്നു പോവും. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവൈസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം കേട്ടോ. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഈ കൊല്ലത്തെ കലണ്ടറൊക്കെ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ SBA PO, IBPS PO, IBPS SO, SBA ക്ലർക്ക്, IBPS ക്ലർക്ക്, RRB PO തുടങ്ങിയ എല്ലാ എക്സാമുകളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കലണ്ടർ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താണ് ഈ പറഞ്ഞ ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി 6 മാസം ഈ ലാസ്റ്റത്തെ ഏതാണ് ഈ പറഞ്ഞ എല്ലാ എക്സാമുകളുടെയും ഒരു മെയിൻസ് ഒക്ടോബർ നവംബറൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. പ്രിലിംസ് ഈ ആഗസ്റ്റ് മാസങ്ങൾ, സെപ്റ്റംബർ മാസങ്ങളൊക്കെ ആയിട്ട് പ്രിലിംസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കുക. സമയം നമ്മളുടെ മുന്നിലില്ല, ഉള്ള സമയം നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, വിനിയോഗിക്കണം. ഇത് നമ്മളുടെ കുറച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള കുട്ടികളാണ്. അവരെ നിങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത കൊല്ലം ഈ സമയത്ത് ഞാൻ ഇതേപോലെ നെക്സ്റ്റ് ഇയറിനുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പറയുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയും എനിക്കിതിൽ ഇടാനായിട്ട് സാധിക്കട്ടെ അല്ലേ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരുന്ന് പഠിക്കാം. ഇനി നമ്മളുടെ SBA POൻ്റെ ബാച്ചും IBPS POൻ്റെയും ക്ലർക്കൽ ബാച്ചുകളെല്ലാം നമ്മൾ എൻട്രിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്ട്രക്ചേർഡ് സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റുകൾ തുടങ്ങി വിത്ത് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് നമ്മളുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനും കൂടുതൽ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് ഇതാ 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല
അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, ഇരുന്ന് പഠിക്കുക. ഈ വർഷം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പൊസിഷനിൽ എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.